ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോടുകൂടെ പാസ്റ്റർ ഷാജി കാരയ്ക്കലുണ്ട്. ദീർഘവർഷങ്ങൾ മാധ്യമപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം കഴിഞ്ഞ 35 വർഷമായി അമേരിക്കയിൽ താമസിക്കുന്നു. അമേരിക്കയിലെ ആത്മീയ ശുശ്രൂഷകളിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലുള്ള ആത്മീയ സമൂഹത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളും ബോധ്യങ്ങളുമുണ്ട്. ക്രിസ്തീയ സമൂഹത്തിന് അമേരിക്ക എപ്പോഴും ഒരു ആശ്വാസവും ലോകമെങ്ങുമുള്ള ക്രിസ്തീയ സമൂഹത്തെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യമായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ധാർമ്മിക നിലവാരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ വലിയ അധപ്പതനമുണ്ട്. അത് അമേരിക്കൻ കുടുംബങ്ങളുടെ തകർച്ച, പള്ളികൾ പലപ്പോഴും ആളില്ലാത്ത പള്ളികളായി മാറുന്നു, പുതിയ തലമുറ ക്രിസ്തീയ മൂല്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്ക, ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഞാൻ വായിച്ചു ഓർക്കുന്നു, ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞതുപോലെ ഒക്കെയുള്ള ഒരു സാഹചര്യം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഒരു ആത്മീയ നവോത്ഥാനത്തിൻ്റെ പാതയിലാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും? ഞാൻ വിശ്വസിക്കുന്നത് ലോകമെമ്പാടും ഒരു പുതിയ മാറ്റത്തിൻ്റെ ദിനങ്ങളിലാണ് നാം ജീവിക്കുന്നത്. അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ക്രൈസ്തവ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ ഉണർവുകൾ നാം ഒരുപക്ഷെ കേൾക്കുകയോ അറിയുകയോ ചെയ്യാത്ത നിലകളിൽ തന്നെ വളരെ അതിവേഗം ഇത് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുക. അത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ കോണുകളിലുമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏറെ വർഷങ്ങൾ ധാർമ്മികമായും ആത്മീയമായിട്ടുമൊക്കെ ഏറെ തളർച്ചകളും തകർച്ചകളും സംഭവിച്ചുകൊണ്ടിരിക്കുക. ഉദാഹരണം ഞാൻ പറയാം. അവിടെയുള്ള 5-6 വയസ്സുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ലിംഗഭേദം വരുത്താൻ കഴിയും. നിങ്ങൾ ആണും പെണ്ണുമായിട്ട് ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മരുന്നുകൾ കിട്ടും. അല്ലെങ്കിൽ സാറേ, അത് ഒരു സംശയം. അപ്പോൾ അത് പറയുമ്പോൾ ഇപ്പം ട്രാൻസ്ജെൻഡറായി ജനിക്കുന്ന ഒരു കുഞ്ഞ് അതിനെ ഏതെങ്കിലും ഒരു ലിംഗത്തിന് കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്ത് നിൽക്കുന്ന ആ ലിംഗത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണോ ഈ പറയുന്നത്? അല്ല. ഇത് ഒരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു അജണ്ട സ്ഥാപിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗത്തെക്കുറിച്ചാണ്. അതൊന്നുകൂടെ ഒന്ന് വ്യക്തമായി പറയാമോ? ഏതെങ്കിലും നമ്മുടെ എല്ലാ തലമുറയിലും, എന്നത്തെ ബൈബിളിൻ്റെ ചരിത്രത്തിലും എല്ലാം നമുക്ക് ഈ പ്രത്യേക സവിശേഷത നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. എന്നാൽ ഈ കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളായി, കഴിഞ്ഞ ഒരു 10-20 വർഷം കൊണ്ട് അമേരിക്കയിലെ എലീറ്റ് ആയിട്ടുള്ള ആളുകൾ, കോളേജ് പ്രൊഫസേഴ്സ്, അതുപോലെ ചിന്തകർ എന്ന് അഭിമാനിക്കുന്നവർ, അതുപോലെ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ അവസാന വാക്കെന്ന് കരുതുകയും ചെയ്യുന്ന എൻകറേജ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ. ഒരു ജുഡയോ ക്രിസ്ത്യൻ വാല്യൂസിൽ നിന്ന് എങ്ങനെ അകന്നു പോകാം, അതെല്ലാം ചെയ്യിക്കണം എന്ന് നിർബന്ധമുള്ള ഒരു അജണ്ട അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിശ്ചയമായിട്ടും, പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസുകളിൽ അവിടെ നിന്ന് ഇറങ്ങി വരുന്നവരാണ് പുതിയ തലമുറയെ രൂപപ്പെടുത്തുന്നവരും അധ്യാപകരും, അതുപോലെ ഫിലിം സ്റ്റാർസ്, ഏത് മേഖലകളിലും ഇവരുടെ ഇൻഫ്ലുവൻസ് വളരെ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവമില്ലാത്ത ഒരു തലമുറ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ആകാം. ആണോ പെണ്ണോ അല്ലാതെയോ അല്ല, നിർബന്ധമുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആകാൻ, ABCDEFG എത്ര വേണമെങ്കിലും ആയിക്കോളാൻ പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഒന്നുകൂടെ ഒരു വ്യക്തത വരുത്തുമ്പോൾ, ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ആൺകുട്ടിയായോ അല്ലെ പെൺകുട്ടിയായോ ജനിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ ലിംഗം ചേഞ്ച് ചെയ്യാനായിട്ട് എപ്പോഴാണ് സാധിക്കുന്നത്? ഏത് പ്രായത്തിലാണ് സാധിക്കുന്നത്? അല്ല, അങ്ങനെ സാധിക്കുമോ?
ഒരു ക്രൈസ്തവനെന്ന നിലയിൽ ഞാൻ ഒരു കാലത്തും ഈ കാര്യത്തെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം തിരുവചനം പറയുന്നു, ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അങ്ങനെ 2 ജെൻഡറുകളെ എൻ്റെ അറിവിലുള്ളൂ. എന്നാൽ അമേരിക്കയിലെ പുതിയ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പുതിയ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജന്തുശാസ്ത്രപരമായിട്ടൊക്കെയുള്ള നിലകളിൽ ഓരോ ലിംഗത്തിലും പെട്ടവരുടെ അതിൻ്റെ കാര്യങ്ങളെ അതിൻ്റെ ഏതൊക്കെ നിലകളിൽ ഇൻ്ററപ്ഷൻസ് വരുത്താമോ അതെല്ലാം ചെയ്ത് പുതിയൊരെണ്ണമായിട്ട് മാറാൻ ഉള്ള ഒരു ശ്രമവും അത് എൻകറേജ് ചെയ്യാനായിട്ട് ഈ ഹൈസ്കൂള് കാലഘട്ടമൊക്കെ ആയിരുന്നു ഒരു 10-15 വർഷം മുമ്പ്. അതിങ്ങ് താഴോട്ട് ഇറങ്ങി വന്ന് ഇപ്പോൾ 5-6 വയസ്സുള്ള പിള്ളേരോട് പറയും, നിങ്ങൾക്ക് ആണായിട്ട് ജീവിക്കണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമായിട്ട് ജീവിച്ചോ, അല്ലെ പെണ്ണായിട്ട് ജീവിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിച്ചോ. ഇനി അപ്പനും അമ്മ ഈ കാര്യമൊന്നും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, അവർക്ക് ഈ കാര്യത്തിലൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വഷളായി വളർന്നു വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടും. ഇപ്പം സ്പോർട്സിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഒരു ആൾ പറയാം ഞാൻ പെണ്ണാണ്, ഒരാൾ പറയാം ഞാൻ പെണ്ണാണ്. ആ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ മത്സരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് മുൻപിൽ വരാനായിട്ട് പറ്റുകയില്ല. ഈ കഴിഞ്ഞ ചില വർഷങ്ങളിലെ അമേരിക്കയിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയാൽ കാര്യങ്ങൾ എങ്ങുമെങ്ങും എത്തത്തില്ല. തകർച്ചയുടെ മറ്റൊരു മുഖമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ധാർമ്മികതയുടെ വളർച്ച. ഞാൻ പറയുന്നത് ഒരാൾക്കുണ്ടായ ഒരു അഭിനിവേശത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പകരം അതൊരു കൂടെ അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരെ ആ നിലകളിലൊക്കെ എത്തിക്കാനുള്ള ഒരു ബദ്ധപ്പാട് പലപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിലെ ഏറ്റവും സങ്കടകരമായ സാഹചര്യമെന്ന് പറയുന്നത്. അമേരിക്കയുടെ ജുഡയോ ക്രിസ്ത്യൻ വാല്യൂസിനെ കുറിച്ച് പറയുമ്പോൾ ഈ ആദ്യത്തെ കോൺഗ്രസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ബൈബിൾ അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ അജണ്ട. കോൺഗ്രസ് ആദ്യമായി തീരുമാനിച്ച തീരുമാനമെന്ന് പറയുന്നത് അമേരിക്കൻ നികുതിപ്പണം ഉപയോഗിച്ച് ഈ കാര്യം ചെയ്യണമെന്നാണ്. അവിടെ നിന്നും അപ്പോൾ ഇവർ കുറേ കാലമായിട്ട് പറയാണ് റിലീജിയൻ അല്ലെങ്കിൽ മതവും രാഷ്ട്രീയവും രണ്ടാണ്. അതുകൊണ്ട് മതത്തിന് ഇക്കാര്യത്തിൽ ഒരു ഇടപെടലും ഇല്ലെന്ന് പറഞ്ഞ് മതത്തെ ഒതുക്കി ഈ മനുഷ്യൻ്റെ മുഖ്യധാരയിൽ നിന്ന് തന്നെ മാറ്റി നിങ്ങൾ പള്ളിയിലിരുന്ന് പറഞ്ഞു. അല്പം മുമ്പ് എൻ്റെ പ്രിയ സഹോദരൻ സാൻകുട്ടി പറഞ്ഞതുപോലെ പള്ളികളിലെ ആളുകളില്ലാതിരുന്നൊരു കാരണം എന്നാ? ഇങ്ങനെയുള്ള പൊളിച്ചെഴുത്തുകൾ ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടാകുന്നത്. ഇതിനെതിരെ ശബ്ദിക്കാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കെയാണ് പെടുന്നനവേ രാഷ്ട്രീയ നേതൃത്വത്തിന് മാറ്റമുണ്ടാകുന്നത്. ഒരു പുതിയ കൺവിക്ഷനുമായിട്ട് വന്നിട്ട് പറയാം അങ്ങനെ പറ്റുകയില്ല, പെൺകുട്ടികളുടെ കായിക രംഗത്ത് അവർ മതി, വേറെ നിങ്ങൾക്ക് ആരെങ്കിലും ആകണമെങ്കിൽ ആയിക്കോ, പക്ഷെ അവരുടേതിനകത്ത് കൈകടത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതേ ഉള്ളൂ. ആ നിലയിൽ വേണം ആ കാര്യത്തെ നമ്മൾ കാണേണ്ടത്. ഇല്ലെങ്കിൽ വലിയ അപകടമാണ് നമ്മുടെ മുൻപിലുള്ളത് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അപ്പോൾ അങ്ങനെ വളരെ ആത്മീക തകർച്ചകൾ ഒന്നൊന്നായിട്ട് ഓരോ ബ്രിക്ക് ബൈ ബ്രിക്ക് ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമാണ്. എന്നാൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇങ്ങനെ പോയ കാര്യങ്ങൾ നേരെയാകത്തില്ല. എൻ്റെ രാഷ്ട്രം, എൻ്റെ വിശ്വാസ പ്രമാണം, ഇത് രണ്ടും എനിക്ക് പ്രിയമാണ്. എൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ അധികാരവും എനിക്ക് രാജ്യവും രാജ്യത്തിൻ്റെ അധികാരികളും നൽകണം. അത് അവർ തരുന്നതല്ല, ദൈവം തന്നതാണ്, ഗോഡ് ഗിവൺ ആണ് എനിക്കുള്ള റൈറ്റ്സ്. അത് ഒരു രാജ്യവും ഒരു
ഭരണാധികാരികളും അല്ല തന്നത് എന്ന് വാദിക്കുന്നവരാണ് അമേരിക്കയിലെ കൺസർവേറ്റീവായിട്ടുള്ള ആളുകൾ. അപ്പോൾ അതിനുവേണ്ടി ഒരു ചെറുപ്പക്കാരനിറങ്ങി, അയാളുടെ പേരാണ് ചാർലി കിർക്ക്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ക്യാമ്പസുകളിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. ദൈവമില്ലാഴികയിൽ നിന്ന് ദൈവവചനം സത്യമാണ്, ദൈവവചനത്തിൽ വിശ്വസിക്കണം, നമുക്കൊരു രക്ഷിതാവ് വേണം, നമുക്കൊരു രക്ഷകൻ വേണം. നാം അപകടത്തിലേക്കാണ് നമ്മളെ വ്യക്തിജീവിതങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു രക്ഷകനെ കൂടാതെ നമുക്കൊരു പ്രതീക്ഷയുമില്ല എന്ന സന്ദേശവുമായിട്ട് തന്നെയാണ് അദ്ദേഹം വന്നത്. എന്നാൽ അതോടൊപ്പം രാഷ്ട്രീയ രംഗത്തുണ്ടായ പാളിച്ചകൾ ഈ കാര്യത്തെ ഏറെ ബാധിക്കുന്നു എന്ന തിരിച്ചറിവാണ് രാഷ്ട്രീയ രംഗത്തും വളരെ സജീവമായ ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഈ 31 വയസ്സിനിടയിൽ ഈ ചാർലി കിർക്ക് ഇത്ര വലിയ സ്വാധീനം എങ്ങനെ ഉണ്ടാക്കിയെടുത്തു? യുവജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് വലിയ ശക്തിയും സ്വാധീനവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ. അപ്പോൾ ഈ കോളേജ് പ്രൊഫസേഴ്സ് പറയുന്നത് ദൈവം വേണ്ട, ബൈബിൾ എന്നൊക്കെ പറയുന്നത് പഴഞ്ചനാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ധാർമ്മികത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ബൈബിൾ സത്യമാണ്, പക്ഷേ ഈ കാലത്തിലേക്ക് കൊള്ളുകയില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ അതനുസരിച്ചുള്ള രാഷ്ട്രീയ നിലപാടുകളും ഇടപെടലുകളും മതത്തെ ഈ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും സംഭവിച്ചത് ക്രൈസ്തവ മൂല്യങ്ങൾക്കനുസൃതമായി പോകുന്ന കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ടായിരുന്നു. അത് മുഴുവൻ തച്ചുടക്കുക എന്നതായിരുന്നു ഒരു പ്രത്യേക പാർട്ടിയുടെയും അവരെ പിന്തുണയ്ക്കുന്ന ഏറെ പേരുടെയും ലക്ഷ്യം. അതിലവരേറെ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അതിനുപയോഗിച്ചത് സംവാദങ്ങളാണ്. സംവാദങ്ങളാണ് നമ്മളെ അടുപ്പിക്കുന്നത്. നമ്മൾ തമ്മിൽ സംസാരിച്ചെങ്കിലേ എനിക്ക് സാൻകുട്ടിയെക്കുറിച്ച് വളരെ ദൂരെ നിന്ന് കണ്ടുകൊണ്ട് സാൻകുട്ടി ഒരു ശരിയല്ല എന്നൊക്കെ വേണമെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയും. എന്നാൽ സാൻകുട്ടിയായിട്ട് അടുത്തിടപെടുമ്പോഴായിരിക്കും സാൻകുട്ടി പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് എനിക്കറിയാൻ കഴിയുന്നത്. സാൻകുട്ടി നേരിടുന്ന വെല്ലുവിളികൾ ഒരുപക്ഷെ ആത്മീയമോ ഭൗതികമോ അല്ലെങ്കിൽ മറ്റ് നിലകളിലോ ഒക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിയാതെ ആയിരിക്കാം ഞാൻ അങ്ങനെ ഒരു വളരെ പാസിങ്, ഒരു വളരെ ഈസി റിമാർക്ക് സാൻകുട്ടിയെക്കുറിച്ച് പറയുന്നത്. അതൊരു ശരിയായ നിലപാടല്ല. പകരം സംവാദങ്ങൾ ഉണ്ടാകുമ്പോൾ, ഞാനും നിങ്ങളും കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കുറേ കൂടെ നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്, കുറേ കൂടെ ഒരു അറിവിൻ്റെ തലത്തിലേക്ക്, കുറേ കൂടെ കാര്യങ്ങളെ വ്യത്യസ്തമായി കാണുന്നതിലേക്കൊക്കെ എത്തിച്ചേരും എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായി തീർന്നത്. അങ്ങനെ ക്യാമ്പസുകളിൽ അദ്ദേഹം പ്രവർത്തനം തുടങ്ങി. വളരെ പതുക്കെ ഇപ്പം ഞാൻ പറയാം, കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളായി അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്, ഒരുപക്ഷെ സഭാതലത്തിലൊക്കെ സജീവമായിരുന്ന കുഞ്ഞുങ്ങൾ ഹൈസ്കൂൾ തലം വരെ അവർ ആ നിലകളിൽ പോയിട്ട് കോളേജുകളിൽ എത്തുമ്പോൾ കാര്യങ്ങൾ മുഴുവൻ കടകം മറിയുക. കാരണം അവരെ പഠിപ്പിക്കുന്നതും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നവരുമൊക്കെ ഇതൊന്നും ശരിയല്ല, ഇതൊന്നും വേണ്ട, ഒരു രക്ഷകനെ വേണ്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ മനുഷ്യനെ തളച്ചിടാനുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഇവരെ വഴിതെറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതിന് പകരം പറയാൻ അമേരിക്കയിലെ മത നേതൃത്വങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ സ്വാധീനം. അയാൾ പറയുകയാണ്, ലെറ്റ് us talk, you prove me wrong. ഞാൻ പറയുന്ന കാര്യം തെറ്റാണെന്ന് നിങ്ങൾ തന്നെ വന്ന് തെളിയിച്ചോ. ആർക്ക് വേണമെങ്കിലും എന്നോട് സംസാരിക്കാം, ഓപ്പൺ മൈക്കാം. ഇന്നാര് വന്ന് സംസാരിക്കുമെന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും വന്ന് സംസാരിക്കാം. അതൊക്കെ തിരിച്ചറിവുകളിലേക്ക് യുവജനതയെ നടത്തി. അതാണ് അമേരിക്കയിൽ ഇന്ന് നമ്മൾ കാണുന്ന രാഷ്ട്രീയ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനമെന്ന് പറയും. ഇപ്പം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു, കരുതി പ്ലാൻഡോ അല്ലെങ്കിൽ പിന്നെ ഒരു വ്യക്തിക്ക് തോന്നിയ ഒരു തോന്നൽ കൊണ്ടോ എന്തോ സംഭവിച്ചു.
ഓക്കെ, അങ്ങനെ സംഭവിച്ച ആ മരണം, അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുണ്ടായ മരണം, അതിൻ്റെ ഒരു ആവേശമൊക്കെ ഇപ്പോൾ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഈ ഇൻഫ്ലുവൻസ് ഇപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തെന്ന് പറയുന്ന യുവജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം ഇതൊരു നിലനിൽക്കുന്ന കാര്യമാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ നിലനിൽക്കുമോ അത്? നിലനിൽക്കുമോ എന്ന ചോദ്യത്തിന് ഞാൻ ആദ്യം മറുപടി പറയുകയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് എൻ്റെ ഒരു അനാലിസിസിൽ ഇത് നിലനിൽക്കും. കാരണം ഇതിനൊരു ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഞാൻ രണ്ട് കാര്യങ്ങളെ ഒന്ന് ഉപമിച്ച് പറയാം. അമേരിക്കയ്ക്ക് ഷോക്ക് ഉണ്ടാക്കിയ കാര്യമാണ് സെപ്റ്റംബർ 11 അറ്റാക്ക്, 9/11 അറ്റാക്ക്. അത് കഴിഞ്ഞ ഉടനെ എല്ലാ പള്ളികളിലും ഒത്തിരി ആളുകൾ തടിച്ചുകൂടി. വലിയ കരച്ചിലും വലിയ നിലവിളിയും ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് പക്ഷെ അതൊക്കെ വളരെ പെട്ടെന്ന് അങ്ങ് അലിഞ്ഞുപോയി. അതിന് ഒരു സ്വാധീനവും, കാരണം ദർ ഇസ് നോ ബേസ് ടു ഇറ്റ്. പെട്ടെന്നുണ്ടായ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ വൈകാരികമായ പ്രതികരണം മാത്രമാണത്. അതും മുതലെടുക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലല്ല ഞാൻ പറയുന്നത്. പകരം ഇങ്ങനെ തിരിഞ്ഞു വന്നവരെ പെട്ടെന്ന് ഉണ്ടായ ഒരു മാറ്റം, അത് സഭാതലമൊന്നും അതിനൊന്നും ആ കാര്യത്തെ എങ്ങനെ ഗൗരവമായി നേരിടാമെന്നും ഇതിനെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുമെന്നും ചിന്തിച്ചില്ല, ചെയ്തില്ല എന്നുള്ളതാണ് ആ ഒരു പെട്ടെന്നുണ്ടായ സംഭവത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിലുണ്ടായ പ്രതികരണത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയത്. പിന്നെയും നമ്മൾ അവരെ ലൂസ് ചെയ്യാൻ കാരണം അതാണ്. എന്നാൽ ചാർലി കിർക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ രക്തസാക്ഷിത്വം എന്ന് തന്നെ ഞാൻ അതിനെ വിളിക്കുക. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് സംഭവിച്ചത് ആരും പറയാതെ ആളുകൾ തെരുവിലിറങ്ങി. ഞാൻ അതിനടുത്ത ദിവസം UK നടന്ന ആ വലിയ റാലിയെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസി 1,00,000 പേരുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അതിൻ്റെ വീഡിയോസ് പിന്നെയും പല പ്രാവശ്യം കണ്ടു. ഒരുപക്ഷെ മില്യൺസ് ഓഫ് പീപ്പിൾ, ദശലക്ഷക്കണക്കിന് ആളുകൾ വരെ ആരും പറയാതെ, ആരും ഓർഗനൈസ് ചെയ്യാതെ പെട്ടെന്നുണ്ടായ ഒരു മാറ്റം. അതൊരു നാച്ചുറലായിട്ടുള്ള ഒരു റിയാക്ഷനാണ്. അതിന് കാരണം ജനങ്ങൾ മടുത്തു. ഈ ലിബറൽ ഐഡിയോളജിയോട് അത് തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു, തങ്ങളുടെ ആത്മീയതയെ ബാധിക്കുന്നു. ഇപ്പോൾ UK സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായ അനധികൃത കുടിയേറ്റം, ഞാൻ കുടിയേറ്റത്തെ ഒരിക്കലും എതിർക്കുന്നയാളല്ല, അത് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നയാൾ. അമേരിക്കയിലായാലും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ ജനസാന്ദ്രത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെയും കാരണമെന്ന് പറയുന്നത് ക്രിസ്ത്യൻ വാല്യൂസിൽ നിന്ന് പോയതാണ്. അവർ അവിടെ നിന്ന് വേറെ പുറകിലോട്ട് പോയി എൻ്റെ ഇഷ്ടവും എൻ്റെ പ്ലഷറും ഒക്കെ മതി എന്ന ചിന്തയിലാണ് അവിടെയും നഷ്ടം സംഭവിച്ചത്. അപ്പോൾ ആ അനധികൃത കുടിയേറ്റങ്ങൾ ആ രാജ്യങ്ങളുടെ സന്തുലിതാവസ്ഥയൊക്കെ മാറ്റി. അത് സമ്പദ് രംഗത്തും ആത്മീയ രംഗത്തും മുമ്പേ നമ്മൾ പറഞ്ഞ പള്ളികൾ എംറ്റിയായി വേറെ പലതുമൊക്കെ ആയിത്തീരുന്ന സാഹചര്യങ്ങളിൽ കൊണ്ടുവന്ന് എത്തിച്ചു. ഇവിടെ രണ്ടാമത്തെ ചിന്ത ഞാൻ പറയാം. ചാർലി കിർക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് അദ്ദേഹത്തിന് ഏറെ ത്രെറ്റുകളുണ്ടായിരുന്നു, ഏറെ വധഭീഷണികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ഞാൻ മുമ്പേ പറഞ്ഞ ഈ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം, എല്ലാ കാര്യവും സ്മൂത്താണെന്നാണ് ലിബറൽസ് വിചാരിച്ചത്. അവർ വിചാരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് കെട്ടാൻ പറ്റും, ഇതെത്തിക്കാൻ പറ്റും എന്ന ചിന്തയോടെ ഇരുന്നപ്പോൾ ആരൊക്കെയോ ഇതിനിടയിൽ വീണിട്ട് പറയുക, ഇത് ഞങ്ങൾ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അവർക്കെന്തും പറയാം, മറ്റാരും ഒന്നും പറഞ്ഞുകൂടാ, എതിർത്തുകൂടാ, ഞങ്ങൾ പറയുന്നതേ സാധിക്കാവൂ. ഇവിടെയാണ് വൈരുദ്ധ്യമുള്ളത്. അപ്പോൾ ചാർലി കിർക്ക് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് പറയാമെങ്കിൽ എനിക്കും പറയാം, എൻ്റെ ഐഡിയാസിനും വിലയുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങളും കേൾക്കാൻ ആളുണ്ടാവും. അങ്ങനെ ഒരു വലിയ യുവജനത അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കാനിടയായി. കഴിഞ്ഞ ഈ
10-20 വർഷത്തിനിടയിൽ ആ ചെറുപ്പക്കാരനുണ്ടാക്കിയത് ഒരുപക്ഷെ നമ്മളിവിടെ ക്യാമ്പസ് മിനിസ്ട്രികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ചെയ്യാൻ കഴിയുന്നതിൻ്റെ എത്രയോ മടങ്ങ് ഇത്രയും ചെറിയ പ്രായം കൊണ്ട് ഒരു വ്യക്തി അധിഷ്ഠിതമായ ഒരു മാറ്റം അത് രാഷ്ട്രീയ രംഗത്ത് പ്രതിഫലിക്കത്തക്ക നിലയിൽ ചില ചിന്തകരുടെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ വിശകലനം നടത്തുന്നവരുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമില്ലായിരുന്നെങ്കിൽ ട്രംപ് ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഭാവിയിൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകാൻ സാധ്യതയുള്ളൊരു വ്യക്തിയായിരുന്നു. എക്സാക്ട്ലി. അപ്പോൾ തന്നെ ഈ ഒരു 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 സംവിധാനം ഈ തൻ്റെ ചിന്തകളെ, തൻ്റെ ആശയങ്ങളെ, തൻ്റെ വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിക്കുമെന്ന് ഏറ്റുപറയാൻ അതാരും പറഞ്ഞിട്ടല്ല, ചെറുപ്പക്കാരാണ്. ഇത് പ്രായമുള്ളവർ കുറേ പേര് കൂടി ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയുന്നത് ടീനേജേഴ്സ് തൊട്ട്, കാരണം അദ്ദേഹത്തിൻ്റെ ഈ ടേണിംഗ് പോയിൻറ്റ് USA എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ഹൈസ്കൂൾ മുതലുണ്ട്, കോളേജുകളിലുണ്ട്. അവരെല്ലാവരും മറ്റൊരു ചാർലി കിർക്ക് ആകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വം വേണ്ടി വന്നാൽ ഞങ്ങൾ അതിനും തയ്യാറാണെന്ന് പറയാൻ കഴിയുന്ന ഒരു വലിയ സമൂഹത്തെ നമ്മൾ ഒരു ക്ലീഷേ പദമുണ്ടല്ലോ, വാർത്തെടുക്കുക എന്നൊക്കെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സ്ഥിതിയിൽ അവരുടെ ചിന്തകളെയും അവരുടെ വിചാരങ്ങളെയും അവരുടെ ജീവിത പ്രത്യയശാസ്ത്രങ്ങളെയും ഒക്കെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഈ പിന്നെ ലോകമെങ്ങും അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നുവെന്ന് സാർ പറഞ്ഞല്ലോ. ഇപ്പം ലണ്ടനിലെ ഉദാഹരണം പറഞ്ഞു. ഈ സത്യത്തിൽ ലണ്ടനിലൊക്കെ നടന്നത് ഒരു വംശീയമായിട്ടുള്ള കുടിയേറ്റത്തിനെതിരെയൊക്കെ ഉള്ള ഒരു ഫാർ റൈറ്റ് മൂവ്മെൻറ്റുകളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ UK സാധാരണ ജനങ്ങൾ അവരോട് ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ ജീവിത സാഹചര്യം ഇപ്പോഴങ്ങനെ ഉണ്ട്? അവരെ ആരെങ്കിലും ഈ നമ്മൾ ഫാർ റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ലേബലിനകത്ത് നിർത്താൻ കഴിയുന്നവരില്ല. അവർക്ക് ജീവിച്ചു പോകണം. അവർ പറയുന്നത് ഞങ്ങളുടെ ജീവിതം ആകെ താറുമാറായി, ഞങ്ങൾക്ക് ജോലിയില്ല, ഞങ്ങൾക്ക് വരുമാനമില്ല, ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സംവിധാനങ്ങളും ഞങ്ങൾക്കില്ല. എന്നാൽ അനധികൃത കുടിയേറ്റക്കാരന് വന്ന് താമസിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലിലാണ്, അവന് ഭക്ഷണമുണ്ട്. ഞാൻ ഒരിക്കലും ഇവരുടെ ആ വിഷമതകളെ തരം താഴ്ത്തി പറയുകയല്ല. പക്ഷേ അതോടൊപ്പം ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡത സൂക്ഷിക്കാൻ ഏത് രാജ്യത്ത് നിന്ന് ഓടിപ്പോരുന്നോ, എന്തുകൊണ്ട് ഓടിപ്പോരേണ്ടി വന്നു, എൻ്റെ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് ചെന്ന് അഭയം ചൊല്ലാൻ എനിക്കിടയായെങ്കിൽ ആ രാജ്യത്തിൻ്റെ നന്മ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ കയറി ചെന്നവനില്ലേ? ഇല്ല. നിങ്ങളെയെല്ലാം ഞങ്ങളുടെ ചൊൽപ്പടിയിലാക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആരും അംഗീകരിക്കുകയില്ല. എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് പറയാം, ഇനിയും തൊട്ട് നിങ്ങളൊന്നും തീരുമാനിക്കണ്ട, ഞങ്ങൾ പറയാം ഏത് ആഹാരം കഴിക്കണം, ഏത് വസ്ത്രം ഉടുക്കണം, എങ്ങനെ ചിന്തിക്കണം, ഏത് പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് അത് അംഗീകരിക്കാൻ പോകുന്നത്? ഒരിക്കലും ആരും അംഗീകരിക്കുകയില്ല. അവിടെയാണ് ഒരു താത്വികമായൊരു നിലപാട് നമുക്കെടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ അന്ന് കണ്ട ആ ജനക്കൂട്ടം ഫാർ റൈറ്റുകളെല്ലാം കൂടി ഒരു ദിവസം തീരുമാനിച്ചിറങ്ങിയതൊന്നുമല്ല. അവരുടെ അരക്ഷിതത്വ ബോധം, അവരുടെ ആത്മീയ പാപ്പരത്വം ഇനി ഈ പിന്നിലയിൽ പോയാൽ കാര്യങ്ങൾ വഷളായേ പോകൂ എന്ന അവരുടെ തിരിച്ചറിവ് തന്നെയാണ് അവരെ തെരുവിലേക്ക് ഇറക്കി. ഓക്കെ, ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആത്മീയ ഉണർവ് നിലനിൽക്കുമോ എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം. ഇത് അപ്പോൾ
സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുന്നു. നേരത്തെയൊക്കെ ഈ അമേരിക്കയുടെ മാത്രമായിട്ടുള്ള ഐക്കോണിക് ഫിഗറുകൾ ഈ സ്പിരിച്വൽ വേൾഡിലുണ്ടായിരുന്നു. കുറേ കാലങ്ങളായിട്ട് അങ്ങനെയുള്ള ആളുകളില്ല. പ്രത്യേകിച്ച് ഈ ബില്ലി ഗ്രഹാമിൻ്റെ ഒക്കെ കാലഘട്ടത്തിന് ശേഷം അങ്ങനെ ഒരു ഐക്കോണിക് ഫിഗറിനെ കാണിക്കാനില്ലായിരുന്നു. ഇപ്പോൾ ഈ ചാർലി കിർക്കിനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ മരണമാണ് സത്യത്തിൽ അദ്ദേഹത്തെ ഒരു വലിയ ഫിഗറാക്കി മാറ്റിയേക്കുന്നത്. ഇപ്പോൾ അത് അങ്ങനെയല്ല. ഇപ്പോഴത്തെ ആ ഒരു ഡെവലപ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനു മുൻപ് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, രാഷ്ട്രീയ രംഗത്ത് പോലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊരു വെറും വൈകാരികമായ ഒരു പ്രകടനമൊന്നുമല്ല. പകരം ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പം ന്യൂ മീഡിയയുടെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ നന്മയുടെ ഒരു ഭാഗം കൂടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോയി വാച്ച് ചെയ്ത്. അപ്പം ഈ ഈ ടി വിയിലെ പണ്ഡിതന്മാരെല്ലാം കൂടി ഇരുന്ന് പറഞ്ഞു, ഇവൻ ഒരു വൈറ്റ് സുപ്രീമിസ്റ്റാണ്, ഇവൻ വംശീയതയുടെ ആളാണ്, ഇവൻ ബാക്കിയുള്ളവരെല്ലാം തരം താഴ്ത്തുന്നവനാണ്. ഏറെക്കാലം ചാർലി കിർക്കിൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് ഒരു കറുത്ത വംശജയായ കാൻഡസ് ഓവൻസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവരൊരിക്കലും ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നിന്നത്. മനുഷ്യൻ അടിസ്ഥാനപരമായി നന്നാകണം, അവരുടെ ജീവിത ഗതികൾ മാറണം എന്ന് പറയാനാണ് അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വെറും വാക്കുകൾ, ഞാൻ മുമ്പേ നമ്മുടെ ഒരു മാധ്യമരംഗത്ത് നമുക്കുണ്ടായിരിക്കേണ്ട ആ ഒരു അടിസ്ഥാന ഗുണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. സത്യം പറയാൻ ഉള്ള ഒരു ആർജവം നമ്മൾ കാണിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ ഇഷ്ടമല്ല. ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ ലീനിങ്സ് ഇല്ലാത്ത ആരുമില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയമുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടിയോടുള്ള അഫിലിയേഷനൊന്നുമല്ല, അഫിനിറ്റിയും ആയിരിക്കണമെന്നില്ല. സാധാരണഗതിയിൽ അമേരിക്കയിലെ ഈ ഇലക്ഷൻ റിസൾട്ടുകൾ തീരുമാനിക്കുന്നത് ആരാണെന്നറിയാം? സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. അവർ ഡെമോക്രാറ്റും അല്ല, ന്യൂട്രൽ പോസ്റ്റ്, റിപ്പബ്ലിക്കനുമല്ല. അവർ നോക്കുന്നത് ആർക്കാണ് രാജ്യത്തിന് ഗുണം ചെയ്യാൻ പറ്റുന്നത്, സമൂഹത്തിന് ഗുണം ചെയ്യാൻ പറ്റുന്നത്. അവരാണ് തീരുമാനിക്കുന്നത് ഈ ഇലക്ഷൻ എവിടെ ചെന്ന് അവസാനിക്കും. അങ്ങനെ ഒരു ഇലക്ഷനെ സ്വാധീനിക്കാനായിട്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ എതിരാളികൾ സ്വഭാവഹത്യയും സാമ്പത്തികമായിട്ട് തകർക്കലും ഒരുപക്ഷെ ജയിലിൽ അടയ്ക്കാൻ വരെയുള്ള നീക്കങ്ങൾ ഒന്നൊന്നായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിനെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഒരു മാറ്റമുണ്ടായത്. ആ ഒരു നിലപാട് നിശ്ചയമായിട്ടും അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ അടുത്ത ഏറെ നാളുകൾ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ആത്മീയമായിട്ടും അത് തന്നെ സംഭവിക്കും. അത് സംഭവിക്കാനുള്ള എൻ്റെ ഒരു പ്രതീക്ഷ, ഞാനത് വിശ്വസിക്കുന്നയാളാണ്. ചാർലി കിർക്കിൻ്റെ ഭാര്യയാണ് പുതിയ ടേണിംഗ് പോയിന്റ് USA നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ സ്ഥാനത്തെത്തുന്നതിന് മുൻപ് തന്നെ എല്ലാ ബുധനാഴ്ചയും അവർക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങളെ, സ്ത്രീകളെ ഒക്കെ ഫോക്കസ് ചെയ്ത് ഒരു ദൈവവചന അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് ഏറെ വാക്കുകൾ അവൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചാർലി കിർക്കിൻ്റെ ആ വിയോഗം അതിൽ ആ സംഘടനയ്ക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഉണ്ടായ നഷ്ടം നികത്താനും അതിന് ധീരമായൊരു നിലപാടെടുക്കാനും കഴിയാൻ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് ചാർലി കിർക്കിൻ്റെ ഭാര്യ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാലം നമ്മളെ കാണിച്ചു തരേണ്ട ഒരു കാര്യം കൂടിയാണ്. നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ സംഭവിക്കുമെന്ന്. ഇല്ലെങ്കിൽ വളരെ അരാജകത്വം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സാറേ, ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, ഐക്കോണിക് ഫിഗറുകൾ, ബില്ലി ഗ്രഹാമിനെ പോലുള്ള
ഉണ്ടാകുന്നില്ല അമേരിക്കൻ സമൂഹത്തിൽ. അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ ഒരു ഒരു നമുക്ക് എപ്പോഴും മുന്നിൽ നിന്ന് നയിക്കാൻ ആളുകൾ വേണം. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ധാർമ്മിക നിലവാരമുള്ളവർ വേണം. നമ്മളെ ഗൈഡ് ചെയ്യാൻ, ചില മേഖലകളിലേക്ക് ഗൈഡ് ചെയ്യാൻ, മെൻറ്റോർ ചെയ്യാനൊക്കെ ഒരു സമൂഹത്തിന് ആളുകളെ വേണം. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയൊരു അപകടമല്ലേ? നിശ്ചയമായിട്ടും അങ്ങനെ ഉണ്ടാകരുതെന്ന് നിർബന്ധമുള്ള ചില ഇടപെടലുകൾ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഏതെങ്കിലും തരത്തിൽ ജനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ക്രൈസ്തവ നേതാക്കന്മാർ അവരെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും നിലകളിൽ കുടുക്കി നശിപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ വളരെ ക്രമീകൃതമായി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപ് വളരെ വിവാദങ്ങളുടെ നടുവിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ടെലിവിഷനെക്കുറിച്ചും മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായ ബോധ്യമുള്ള ആളാണ്. അദ്ദേഹം കൂടിയാണ് ട്രിനിറ്റി ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കൊക്കെ തുടങ്ങുന്നത്. അയാളെ നശിപ്പിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് തന്നെ വന്നു. ഞാനതിനൊരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഹൗസിംഗ് പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട് ക്രമീകരിക്കുന്ന ഒരു കാര്യം, ആ കേസിലാണ് അദ്ദേഹം ജയിലിൽ പോകുന്നത്. പക്ഷേ ആ കേസിൻ്റെ എല്ലാ വശങ്ങളും പരിഗണിച്ചില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഈ ആളുകളെ, ഈ സീനിയർ സിറ്റിസൻസിനെ കളിപ്പിച്ചു എന്ന വാദമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രോജക്റ്റ് ചെയ്തു തീർക്കാനുള്ള എല്ലാ പണവും അവരുടെ കയ്യിലുണ്ടായിരുന്നു, അതിനുള്ള തെളിവുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ആ തെളിവുകളൊന്നും കോടതിയിൽ സമർപ്പിക്കാനോ അവരുടെ ഭാഗം കേൾക്കാനോ തയ്യാറാകുകയില്ല എന്ന നിലപാട് ഒരുപക്ഷെ ലോകത്തിലെ പല മേജർ രാജ്യങ്ങളിലുമുള്ള പ്രശ്നം ഇപ്പോൾ ഇതാ. അവസാന വാക്ക് അല്ലെങ്കിൽ ഒരു അവസാന സഹായത്തിൻ്റെ ഇടമെന്ന് പറയുന്ന കോടതികൾ, ആ കോടതികളെ സ്വാധീനിച്ച് ന്യായവും നീതിയും ഒക്കെ അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം. അങ്ങനെ ഏറെ ആളുകൾ ആ നിലപാടുകളിൽ നിന്ന് അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരാൻ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ നിൽക്കാൻ ഒക്കെ ഉള്ളൊരു ശ്രമം, വളരെ സേഫായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന ചിന്താഗതിയോടെ കാര്യങ്ങൾ പോയൊരു കാലഘട്ടമുണ്ട്. ബില്ലി ഗ്രഹാമിന് ശേഷം വളരെ ചുരുക്കം ആളുകളെ അവർക്ക് അതിന് കഴിഞ്ഞു. എന്നാൽ അതിനപ്പുറത്ത് ഒരു രാജ്യമെമ്പാടും അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ആ നേതൃത്വം നൽകുന്നതിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതാവ് ഉണ്ടാകുന്നതിൽ പരാജയമുണ്ടായെങ്കിലും ഇന്നുണ്ടായിരിക്കുന്ന പുതിയ മാറ്റമെന്ന് പറയുന്നത് എത്രയോ മെഗാ ചർച്ചുകളാണ് അമേരിക്കയിൽ സ്ഥാപിതമായത്. അമേരിക്കയിൽ മാത്രമല്ല, ഈ ട്രെൻഡ് ലോകമെമ്പാടും ഇന്ത്യയിൽ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല ഇപ്പോഴത്തെ ഈ പുതിയ ഉണർവിൻ്റെ തലമെന്ന് പറയുന്നത്. ഒരു കൊച്ചു കൊച്ചു പോക്കറ്റുകളായിട്ട് അതിനെ കാണാൻ നമുക്ക് പറ്റിയാൽ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നുള്ള ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ തോറ്റുപോയിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വളരെ ശുഭാപ്തി വിശ്വാസമാണ് വരും ദിവസത്തെക്കുറിച്ച് എനിക്കുള്ളത്. നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകും. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ എല്ലായിടങ്ങളിലും, പ്രത്യേകിച്ച് ഈ ലിബറൽ ഐഡിയോളജി ഉള്ള ഇടത്തൊക്കെ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. സഭകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക, ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക. സമൂഹത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എനിക്ക് വരുന്ന തലമുറയെക്കുറിച്ച്, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഒരു വലിയ ഉണർവിൻ്റെ ശുഭപ്രതീക്ഷയുണ്ട്, കുറിച്ച് ശുഭപ്രതീക്ഷ തന്നെ പുലർത്തുന്നയാളാണ് ഞാൻ. ഓക്കെ, പാസ്റ്റർ ഷാജി കാരയ്ക്കലിൻ്റെ വാക്കുകൾ നമുക്ക് അമേരിക്കയുടെ ഇപ്പോഴത്തെ ആത്മീയ നിലവാരത്തെക്കുറിച്ച്, അവിടെ ചാർലി കിർക്കിൻ്റെ വധം അല്ലെങ്കിൽ അതിനു മുൻപുണ്ടായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അത് ഉണ്ടാക്കിയിരിക്കുന്ന ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെയാണ്
പാസ്റ്റർ ഷാജി കാരയ്ക്കൽ നമ്മളോട് സംസാരിച്ചത്. വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന് നമ്മളോട് പറയുവാനായിട്ട് നിരവധി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റിയുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ചും ആത്മീയ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് പറയുവാൻ സാധിക്കും. മറ്റൊരവസരത്തിൽ അദ്ദേഹം നമ്മളോട് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.